28ാം സ്വാതന്ത്ര്യദിന ആഘോഷം വിപുലമായി സംഘടിപ്പിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ തന്നെയാണ് 1947 ആഗസ്റ്റ് മാസം 14-ാം തീയതി മതത്തിന്റെ പേരിൽ നമ്മുടെ രാജ്യം വെട്ടിമുറിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. അത്തരമൊരു സന്ദർഭത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ നേതൃത്വം പ്രധാനമന്ത്രിയുടെ ആഹ്വാനപ്രകാരം തന്നെ നമ്മുടെ രാജ്യത്തിന്റെ വിഭജന ഭീകരതയുടെ അനുസ്മരണ ദിനം എന്നുള്ള രീതിയിലാണ് ആഗസ്റ്റ് 14-ാം തീയതി രാജ്യവ്യാപകമായി നമ്മളിന്ന് ഇത്തരം അനുസ്മരണ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിന്റെ വിഭജനത്തിന്റെ ഭാഗമായി ലക്ഷക്കണക്കിനായ ആളുകൾക്ക് നമ്മുടെ രാജ്യത്തിന്റെ മണ്ണിൽ നിന്ന് പലായനം ചെയ്യപ്പെടേണ്ട സാഹചര്യമുണ്ടായി. ആയിരക്കണക്കിന് ആളുകൾ ആക്രമിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഒട്ടേറെ ആളുകൾ കുടിയിറക്കപ്പെടുന്ന സന്ദർഭത്തിൽ ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ അവരെ സ്മരിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഈ ദിനത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ആഗസ്റ്റ് 14-ാം തീയതി വിഭജന ഭീകരതയുടെ സ്മൃതി ദിനം എന്നുള്ള നിലയിൽ അനുസ്മരണ ദിനമായി നമ്മൾ ഇന്ന് ആചരിക്കുന്നത്. ഈ പരിപാടിയിൽ നമ്മോടൊപ്പം ഈ ഒരു അനുസ്മരണ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് പാർട്ടിയുടെ സമാദരണീയനായ മുൻ സംസ്ഥാന അധ്യക്ഷനും ദേശീയ നിർവാഹക അംഗവുമായിട്ടുള്ള ശ്രീ CK പപ്പട്ടനാണ്. പ്രൗഢഗംഭീരമായ അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിനായി നമുക്ക് ഈ ഒരു അവസരം ഒരുങ്ങിയിരിക്കുകയാണ്. ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന പപ്പട്ടനെ സ്നേഹപൂർവ്വം ജില്ലാ സമിതിക്ക് വേണ്ടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ ഈ പരിപാടിയിൽ മുഖ്യ ഭാഷണം നടത്തുന്നത് അറിയപ്പെടുന്ന എഴുത്തുകാരനും ജന്മഭൂമിയുടെ ഡെപ്യൂട്ടി എഡിറ്ററുമായിട്ടുള്ള കാവാലം ശശികുമാർജിയാണ്. അദ്ദേഹത്തെയും ജില്ലാ സമിതിക്ക് വേണ്ടി സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുന്നത് പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് VK സജീവൻജിയാണ്. അദ്ദേഹത്തെയും സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മോടൊപ്പം വേദിയിൽ ദേശീയ കൗൺസിൽ അംഗം KP ശ്രീശം മാസ്റ്റർ, അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് KP പ്രകാശ് ബാബു ഈ വേദിയിലുണ്ട്. അദ്ദേഹത്തെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ പ്രഫുൽ കൃഷ്ണ ഈ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നുണ്ട്. ശ്രീ പ്രഫുൽ കൃഷ്ണയെയും ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയുടെ സബ് കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള ഹരിദാസ് പൊക്കണാരി, അതേ പ്രശോഭ് കോട്ടോളി, CP സതീഷ്, ബിന്ദു ചാലിൻ, ജുബിൻ ബാലകൃഷ്ണൻ തുടങ്ങിയ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗങ്ങൾ, സംസ്ഥാന കൗൺസിൽ അംഗങ്ങൾ, മണ്ഡലം പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറിമാർ തുടങ്ങി എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിലേക്ക് മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്തുകൊണ്ട്, മാധ്യമ സുഹൃത്തുക്കളെ അടക്കം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പാർട്ടിയുടെ ജില്ലാ ഉപാധ്യക്ഷ KP വിജയലക്ഷ്മി ടീച്ചർ ഈ വേദിയിലുണ്ട്. വിജയലക്ഷ്മി ടീച്ചറെയും സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് സംസാരിക്കുന്നതിനായി പാർട്ടിയുടെ സമാദരണീയനായ ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് VK സജീവൻജിയെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. നമ്മുടെ ഇന്നത്തെ വിഭജന സ്മൃതി സദസ്സ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എത്തിയിരിക്കുന്ന പാർട്ടിയുടെ ബഹുമാന്യനായ മുൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ CK പത്മനാഭൻ അവർ, ഇന്ന് ഈ വേദിയിൽ മുഖ്യ പ്രഭാഷണം നടത്താൻ വേണ്ടി എത്തിയിരിക്കുന്ന ജന്മഭൂമി ഡെപ്യൂട്ടി എഡിറ്റർ പ്രിയങ്കരനായ ശ്രീ കാവാലം ശശികുമാർജി, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന പാർട്ടിയുടെ ദേശീയ സമിതി അംഗം ശ്രീ KP ശ്രീശൻ മാസ്റ്റർ,
സംസ്ഥാന സെക്രട്ടറി ശ്രീ കെ പി പ്രകാശ് ബാബു, യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ പ്രഫുൽ കൃഷ്ണൻ, പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ മോഹനൻ മാസ്റ്റർ, ജില്ലാ ഉപാധ്യക്ഷ ശ്രീ കെ പി വിജയലക്ഷ്മി ടീച്ചർ, നമ്മുടെ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട സബ് കമ്മിറ്റിയുടെ അംഗങ്ങൾ ശ്രീ പ്രസവ് കോട്ടൂളി, ശ്രീമതി ബിന്ദു ചാലൻ, ജുബിൻ ബാലകൃഷ്ണൻ, ശ്രീ സി പി സതീഷ്, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും നമസ്കാരം. 2022 നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ 75ാം സ്വാതന്ത്ര്യദിന ആഘോഷവേളയിലാണ്. സ്വാതന്ത്ര്യദിന ആഘോഷത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് സുപ്രധാനമായിട്ടുള്ള ചില പ്രഖ്യാപനങ്ങൾ നരേന്ദ്രമോദി ഗവൺമെൻറ് നടപ്പിലാക്കിയത്. അതിൽ ഒന്നാമത്തത് ഹർ ഘർ തിരങ്ക. എല്ലാ വീടുകളിലും സ്വാതന്ത്ര്യ ദിനവുമായിട്ട് ബന്ധപ്പെട്ട് 3 ദിവസം ത്രിവർണ്ണ പതാകകൾ പറപ്പിക്കുക. രാജ്യമെങ്ങും തിരങ്കയിൽ, ട്രൈക്കളറിൽ ആറാടുക. അതോടൊപ്പം തന്നെ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന സമയത്ത് രാജ്യം സ്വതന്ത്രമാകുമ്പോൾ നടന്നിട്ടുള്ള ഇന്ത്യ വിഭജനം, ആ വിഭജനത്തിൻ്റെ പേരിൽ ബലിയർപ്പിക്കപ്പെട്ടിട്ടുള്ള ലക്ഷക്കണക്കായിട്ടുള്ള ജീവൻ പൊലിഞ്ഞ ആളുകൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുക. വിഭജനത്തിൻ്റെ ദുഃഖത്തെ സംബന്ധിച്ച് ഒരിക്കലും നമ്മൾ ഓർക്കാൻ ആഗ്രഹിക്കാത്ത ചില സത്യങ്ങളെ സംബന്ധിച്ച് സ്മരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ രാജ്യത്തിൻ്റെ വികസനവും നിലനിൽപ്പും ഉറപ്പിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം 2022 ഇത്തരമൊരു പ്രത്യേകതകൾ കൂടി രാഷ്ട്രീയത്തിൽ അദ്ദേഹം കൂട്ടിച്ചേർത്തത്. ഞാൻ രാഷ്ട്രീയത്തിൽ നിന്ന് പറയാൻ കാരണം, സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ വളരെ നേരത്തെ തന്നെ അഖണ്ഡ ഭാരത സ്മൃതി ദിനം എന്നുള്ള പേരിൽ നമ്മൾ വിഭജനത്തിന്റെ പശ്ചാത്തലത്തെ സംബന്ധിച്ചൊക്കെ നമ്മളേറെ ചർച്ച ചെയ്യാറുണ്ട്. എനിക്ക് ഓർമ്മ വരുന്നത്, ഇന്ത്യൻ പ്രധാനമന്ത്രി ഓഗസ്റ്റ് മാസം 17-ാം തീയതി 2022 ഈ വിഭജനത്തിന്റെ ഭീകര ദിനമായിട്ട് പ്രഖ്യാപിക്കുകയും ഇന്ത്യ വിഭജന സമയത്ത് ജീവൻ പൊലിഞ്ഞ ആളുകൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്തപ്പോൾ രാജ്യം മുഴുവൻ ചില ആളുകൾ ചോദിച്ചൊരു ചോദ്യം, എന്തിന് ഇനി വിഭജനത്തിന്റെ വിഭാഗീയ സ്മരണകൾ എന്നുള്ളതായിരുന്നു. കേരളത്തിലും പല മാധ്യമങ്ങളിലും അതിനെക്കുറിച്ച് ലേഖനങ്ങൾ വരികയുണ്ടായി. തീർച്ചയായിട്ടും ഈ വിഭജനത്തിന്റെ യഥാർത്ഥത്തിലുള്ള ചരിത്രം ഇന്ത്യ രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക് പോലും പഠിക്കാൻ ഇതുവരെ അവസരം ലഭിച്ചിട്ടില്ല. കാരണം സ്വാതന്ത്ര്യത്തിന് ശേഷം ഈ രാജ്യത്തെ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചിരിക്കുന്നത് സ്വാതന്ത്ര്യ സമര ചരിത്രവും അതിനുശേഷം മുഹമ്മദ് അലി ജിന്ന ദുരാഷ്ട്രവാദവുമായി വന്നു. ബ്രിട്ടീഷുകാരെ സ്വാതന്ത്ര്യം നൽകുമ്പോൾ രാജ്യത്തെ വിഭജിച്ചുകൊണ്ടാണ് സ്വാതന്ത്ര്യം നൽകിയത്. അത്രയും കാര്യം ഒഴിച്ചാൽ ബാക്കി ഇപ്പോൾ ഉള്ള ഇന്ത്യ ചരിത്രം എന്നുള്ള നിലയിലാണ്.
വിദ്യാർത്ഥികൾ സാധാരണ രീതിയിൽ പഠിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഭീകരതയുടെ, ആ വിഭജനത്തിന്റെ ഭീകരത എത്രത്തോളം ആഴത്തിലുള്ളതായിരുന്നു എന്നതിനെ സംബന്ധിച്ച് ഒരുപക്ഷെ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലുണ്ടായിരുന്നത്. സർക്കാരിന്റെ തന്നെ കണക്കനുസരിച്ച് 1.25 കോടി ആളുകളാണ് അഭയാർത്ഥികളായിട്ടുള്ളത്. പക്ഷെ അതിൻ്റെയും ഇരട്ടിയാവും എന്നുള്ളതാണ് യഥാർത്ഥ കണക്ക്. കാരണം 941-ലെയും 981-ലെയും സെൻസസ് പ്രകാരം മാത്രം ഡൽഹി എന്ന പട്ടണത്തിൽ മാത്രം ഇന്ത്യ വിഭജനത്തിന് ശേഷം 10 ലക്ഷം ജനസംഖ്യ ഉള്ള സ്ഥലത്ത് 20 ലക്ഷമായി മാറി എന്നുള്ളതാണ് പറയപ്പെടുന്ന കണക്ക്. കാരണം അതുവരെ ജീവിച്ചിരുന്ന സാഹചര്യത്തിൽ നിന്ന്, അവരുടെ വീടുകളിൽ നിന്ന്, അവരുടെ നാടുകളിൽ നിന്ന് ഒട്ടും ഇഷ്ടമില്ലെങ്കിലും വിഭജിക്കപ്പെട്ട മാതൃരാജ്യത്തിലേക്ക് എങ്ങനെയെങ്കിലും ജീവനം കൊണ്ട് എത്തിപ്പെടുക എന്നുള്ള നിലയിലായിരുന്നു അന്ന് അഭയാർത്ഥികള് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് എല്ലാ അതിർവരങ്ങളുള്ള ആ സമയമാകുമ്പോഴത്തേക്കും അതിരുകളൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു. അന്നത്തെ ചിത്രം ഇന്നും ഇന്റർനെറ്റിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ട്രെയിനിന്റെ മുകളിലും സൈഡിലും ജനലിലും ഒക്കെ പിടിച്ചിട്ട് അത്രയും കുത്തി നിറച്ചാണ് അഭയാർത്ഥികൾ ഡൽഹിയിലേക്കും പ്രാന്തപ്രദേശങ്ങളിലേക്കും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നത്. ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത രീതിയിലുള്ള ക്രൂരതകൾ, ബലാത്സംഗങ്ങൾ ഇന്നിപ്പോ നമുക്കൊരു പക്ഷേ പറഞ്ഞാൽ പോലും വിശ്വസിക്കാൻ വേണ്ടി സാധിക്കില്ല. അന്ന് രണ്ട് രാജ്യവും അവകാശപ്പെട്ടത്, ഇന്ത്യ അവകാശപ്പെട്ടത് 30,000 സ്ത്രീകളെ പാകിസ്ഥാൻ ബലമായിട്ട് പിടിച്ചു കൊണ്ടുപോയിരുന്നു. നേരെ തിരിച്ച് പാകിസ്ഥാന്റെ ആരോപണം ഉണ്ടായിരുന്നത് 50,000 സ്ത്രീകളെ ഇന്ത്യ ബലമായിട്ട് പിടിച്ചു വച്ചിരിക്കുകയാണ് എന്നുള്ളത്. അതിന്റെ എത്രയാണെന്ന് മനസ്സിലാകണമെങ്കിൽ 47 കഴിഞ്ഞ് 49-ൽ ആ വിഷയം അവസാനിപ്പിക്കാൻ വേണ്ടി മാത്രം 12,000 സ്ത്രീകളെ ഇങ്ങോട്ടും 6,000 സ്ത്രീകളെ അങ്ങോട്ടും കൈമാറി ആ വിഷയം തീർത്തു എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. അപ്പൊ അതിന്റെ ഭീകരത എത്രത്തോളം ഉണ്ടായിരിക്കും. അവിടെ തന്നെ സാമൂഹ്യ പശ്ചാത്തലത്തെ കുറിച്ച് പറയുന്നുണ്ട്. അത്രയും ദീർഘമായിട്ടുള്ള കാലം മാറി നിന്ന ആളുകൾ സ്വന്തം കുടുംബത്തിലേക്ക് അല്ലെങ്കിൽ കുടുംബാംഗങ്ങളോടൊപ്പം പോകാൻ വിസമ്മതിച്ച്, അല്ലെങ്കിൽ അവരെ സ്വീകരിക്കാൻ വിസമ്മതിച്ച ഒക്കെ ആയിട്ടുള്ള വലിയ സാമൂഹ്യ പശ്ചാത്തലം കൂടെ അതിന്റെ പിന്നിലുണ്ട്. പക്ഷെ ഈ ചരിത്രങ്ങളൊന്നും വെളിച്ചം കണ്ടിട്ടില്ല, ആരും അതൊന്നും പറയാൻ ധൈര്യം കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പൊ നമ്മള് ഇന്റർനെറ്റിൽ തപ്പിയാൽ പോലും കാണാൻ സാധിക്കുന്നത് ഒരു സുശീല ദേവിയുടെ കവിത, ഒഡീഷക്കാരിയായിട്ടുള്ള സുശീല ദേവിയുടെ കവിത, അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അവരും മനുഷ്യരാണ് എന്ന് പറഞ്ഞുകൊണ്ട്. ഒരുപക്ഷെ 90കളിലാണ് ഈസ്റ്റ് വെസ്റ്റ് എന്ന് പറയുന്ന ഒരു സിനിമ പോലും ഈ പശ്ചാത്തലത്തിൽ എടുക്കാനും ഒരു സാഹചര്യം ഉണ്ടായി. അതിന്റെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു എഴുത്തുകാരിയാണ് പിന്നീട് ദി അതർ സൈഡ് ഓഫ് സൈലൻസ്, നിശബ്ദതയുടെ മറുപുറം എന്നുള്ള പേരിൽ ഈ വിഭജനത്തിന്റെ അകങ്ങളിലേക്ക്, കാരണം അവര് തന്നെ പറയുന്നുണ്ട്, ഞാൻ എഴുതി വായിച്ചതല്ല, ഞാൻ പഠിച്ചപ്പോഴൊന്നും ഇതിനെ സംബന്ധിച്ചൊന്നും ഒരു വിവരവും കിട്ടിയിരുന്നില്ല, ഞാൻ സിഖുകാരിയാണ്. ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകത്തിന് ശേഷം ഏറ്റവും വലിയ ക്രൂരത സിഖ് സമുദായത്തിനെതിരായിട്ട് അരങ്ങേറുന്നത് എന്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പാർട്ടീഷന്റെ, വിഭജനത്തിന്റെ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി അവശേഷിക്കുന്ന ആ കുടുംബങ്ങളിലെ ആളുകളുമായിട്ട് ചർച്ച ചെയ്തപ്പോഴാണ് പുറം ലോകത്ത് അറിയാത്ത ഒരുപാട് കഥകൾ ഇപ്പോഴും അത്തരം ഫാമിലികളിൽ, കാരണം ഡൽഹിയിലെ പ്രാന്തപ്രദേശങ്ങളിൽ, തൊട്ടടുത്ത സംസ്ഥാനങ്ങളിലൊക്കെ വർഷങ്ങളോളം, പതിറ്റാണ്ടുകളോളം അവര് ഒന്നുമില്ലാത്തവരായിട്ട് കോളനികളിൽ താമസിക്കേണ്ട ഗതികേടുണ്ടായിരുന്നു. അവരുടെ അനുഭവ ചരിത്രം നേരിട്ട് പോയി മനസ്സിലാക്കി അവരുടെ ഫാമിലികളിൽ പറഞ്ഞു കേട്ട കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് അവർ പിന്നീട് 1998-ൽ ദി അതർ സൈഡ് ഓഫ് സൈലൻസ് എന്ന് പറയുന്ന ഒരു പുസ്തകം
ഇതിനെ സംബന്ധിച്ചിട്ട് പുറത്തിറക്കിയിട്ടുള്ളത്. നേരത്തെ എല്ലാവരും ചോദിച്ചതുപോലെ എന്തുകൊണ്ട് വിഭജനത്തിന്റെ ഭീകരതയെ സംബന്ധിച്ച് ഇന്ന് സംസാരിക്കണമെന്ന് ചോദിച്ചാൽ, നല്ല അർത്ഥത്തിലാണല്ലോ മതപരമായിട്ട് 2 രാജ്യമാക്കി മാറ്റി എന്നൊക്കെ ചരിത്രത്തിൽ എഴുതി വെച്ചിട്ടുള്ളത്. അതിന്റെ വിരോധാഭാസം തന്നെ ചരിത്രത്തിൽ പറയുന്നുണ്ട്. മുഹമ്മദ് അലി ജിന്ന മതരാഷ്ട്രം സ്ഥാപിച്ച ആള്, ആ ഫോട്ടോ തന്നെ കണ്ടാൽ അറിയാം, വിദേശ വേഷത്തിൽ പൈപ്പ് വലിച്ചുകൊണ്ട് നിൽക്കുന്ന ജിന്നയുടെ ചിത്രമാണ്. മതരാഷ്ട്ര സ്ഥാപകനാണെന്ന് പറയുന്നത്. പക്ഷെ മുഹമ്മദ് അലി ജിന്ന സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു, കറകളഞ്ഞ മതേതരവാദിയായിരുന്നു. അദ്ദേഹത്തെ സത്യത്തിൽ അന്നുണ്ടായിരുന്ന രാഷ്ട്രീയ പാർട്ടികൾ കോൺഗ്രസും ലീഗും CPM ഒക്കെ അങ്ങോട്ട് പറഞ്ഞ് വേറെ സംസ്കാരമാണ്, 2 എന്നൊക്കെ പറഞ്ഞ് ഫലിപ്പിച്ച് ഒടുവിൽ അദ്ദേഹം വിഭജനത്തിന് വേണ്ടി വാദിച്ചു എന്ന് പറയുന്നു. വിഭജനം നടത്തിയതിന് ശേഷവും അദ്ദേഹത്തിന് മാനസാന്തരം ഉണ്ടായി. അദ്ദേഹത്തിന്റെ ഏറ്റവും ആദ്യത്തെ നിയമനിർമ്മാണ സഭയിലെ, പാകിസ്ഥാന്റെ നിയമനിർമ്മാണ സഭയിലെ പ്രസംഗത്തിൽ പോലും അദ്ദേഹം പാകിസ്ഥാനെ മതരാഷ്ട്രമായിട്ടല്ല ചിത്രീകരിച്ചത്. അദ്ദേഹം പറഞ്ഞത് പാവപ്പെട്ട ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചാൽ രാജ്യം രക്ഷപ്പെടും, അല്ലെങ്കിൽ നമ്മൾ പടുകുഴിയിലാകും എന്നുള്ള സൂചനയാണ് നൽകിയത്. 67-ൽ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ സഹോദരി ഫാത്തിമ ജീവിച്ചിരുന്നപ്പോഴാണ് അവിടെ പട്ടാള ഭരണം ഉണ്ടായത് പാകിസ്ഥാനിൽ. ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഫാത്തിമക്ക് ഒരുപക്ഷെ അന്ന് തോന്നിയിരിക്കാം എന്റെ സഹോദരൻ ചെയ്ത മഹാവിഡിത്തത്തെ കുറിച്ച് അപ്പൊ ബോധ്യപ്പെട്ടിരിക്കാം എന്നുള്ളതാണ് ചരിത്രത്തിൽ പറയുന്നത്. ഇപ്പൊ നമുക്കറിയാം ഏറ്റവും ഒടുവിൽ ബംഗ്ലാദേശിൽ നടന്നിട്ടുള്ള സംഭവം. ബംഗ്ലാദേശിലെ ഏറ്റവും ആദ്യത്തെ പ്രസിഡന്റിന്റെ പ്രതിമയിൽ മൂത്രമൊഴിച്ചുകൊണ്ട് അത്രയും വലിയ വാണ്ടാളിസം കാണിക്കുന്ന ഒരു പരിതസ്ഥിതിയിലേക്ക് ഇന്ന് ബംഗ്ലാദേശും എത്തിയിരിക്കുന്നു. തീർച്ചയായിട്ടും ജനാധിപത്യ പാതയിൽ മുന്നോട്ട് പോയിട്ടുള്ള രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വിഭജനത്തിന് മുമ്പുണ്ടായിരുന്ന സാഹചര്യം പുനരാവിഷ്കരിക്കാൻ, ഈ രാജ്യത്തെ ജനങ്ങളെ മാനസികമായിട്ട് വിഭജിക്കാനുള്ള ശക്തികൾ, അതായത് ആരാണോ വിഭജനത്തിന് വിത്തുപാകിയത്, കോൺഗ്രസും ലീഗും മാർക്സിസ്റ്റ് പാർട്ടിയും ഇന്നും സമൂഹത്തെ മാനസികമായിട്ട് വിഭജിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് നമ്മുടെ ഈ വിഭജനത്തിന്റെ ഭീകരതയെക്കുറിച്ച് സ്മരിച്ചുകൊണ്ട് വിഭജന സ്മൃതി സദസ്സ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും 1947-ൽ ഇന്ത്യ വിഭജനത്തിൽ പൊലിഞ്ഞുപോയ ആത്മാക്കൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ സ്മൃതി സദസ്സ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാന്യനായ ശ്രീ CK പത്മനാഭൻ അവർകളെ ക്ഷണിച്ചുകൊള്ളുന്നു. ആദരണീയനായ അധ്യക്ഷൻ ശ്രീ VK സജീവൻ, പ്രിയപ്പെട്ട AP സ്റ്റേഷൻ മാസ്റ്റർ, ഇന്നത്തെ ഈ നൃതി സായാഹ്നത്തിൽ അനുസ്മരണ പ്രഭാഷണം നടത്താനെത്തിയിട്ടുള്ള ശ്രീ കാവാലം ശ്രീകുമാർ, പ്രിയങ്കരനായ അഡ്വക്കേറ്റ് പ്രകാശ് ബാബു, യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ പ്രിയപ്പെട്ട പ്രഫുല്ലകൃഷ്ണൻ, ഈ പ്രശാന്തകുമാർ വാരസോമിൽ പലപ്പോഴും വൈകിട്ട് വന്നത് ഞാനത് കണ്ടു. KV സുധീർ, T ദേവദാസ്, വിജയലക്ഷ്മി ടീച്ചർ, അശോക് കോട്ടൂറി, CP സതീഷ്, ഇന്ദു ചായൽ, രൂപൻ ബാലകൃഷ്ണൻ, വളരെ പ്രഗത്ഭമായിട്ടുള്ള ഒരു സദസ്സാണ് ഈ സ്മൃതി സദസ്സിൽ ഇവിടെ സന്നിഹിതരായിട്ടുള്ളത്. അതുകൊണ്ട് ആ സദസ്സിനെ ഞാൻ പ്രത്യേകം ബഹുമാന പരിസരം ആ സദസ്സിനെ ഞാൻ അനുമോദിക്കുകയാണ്. വിഭജനത്തിൻ്റെ ഒഴിവുകൾ ഇന്നും ഉണങ്ങിയിട്ടില്ല. ഉണങ്ങാൻ തുടങ്ങുന്നിടത്ത് അത് കൂടുതൽ മുറിവേൽപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കുൽസിത ശ്രമങ്ങൾ നമ്മുടെ നാട്ടിൽ
പല കേന്ദ്രങ്ങളിൽ നടക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് വിഭജനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ അത് നിലനിർത്തുന്നതിന് വേണ്ടി ഈ തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. എനിക്ക് കിട്ടിയിട്ടുള്ള വലിയൊരു അനുഗ്രഹം കാവാലം ശ്രീകുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തുന്നതുകൊണ്ട് എൻ്റെ ഈ ഭാരം ഉദ്ഘാടന പ്രസംഗം എന്ന ആ കർത്തവ്യത്തിൻ്റെ ഭാരം കുറച്ച് കുറയും എന്നുള്ള ആശ്വാസത്തിലാണ് ഇത് നിൽക്കുന്നത്. കാവാലത്തിനെക്കുറിച്ച് നന്നായിട്ട് തന്നെ നിങ്ങളോട് പറയും. ഈ ചരിത്രബോധം ഓരോ പൗരനും ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ഒരു കാലഘട്ടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർത്തവ്യമാണ്. ചരിത്ര പഠനവും ചരിത്രബോധവും ഇല്ലാത്ത ഒരു ജനതയ്ക്ക് ചരിത്രത്തിൽ വലിയ സ്ഥാനം ഉണ്ടാവുകയില്ല. പുതിയൊരു ചരിത്ര രചന നടത്താൻ അവർക്ക് സാധിക്കുകയുമില്ല. നാളെ നമ്മൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ തലേ ദിവസം ആ സ്വാതന്ത്ര്യം കൈവരുന്നതിന് ഇടയാക്കിയ രാഷ്ട്രീയ മുന്നേറ്റത്തെക്കുറിച്ച് അതിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ചൊക്കെ ഒരു സാമാന്യമായ കാഴ്ചപ്പാടുകൾ ഉണ്ടാവുക എന്നുള്ളത് വളരെ ആവശ്യമാണ്. ഒരു രക്തപങ്കിലമായ ഒരു പ്രഭാതമാണ് സ്വാതന്ത്ര്യദിനം നമുക്ക് സമ്മാനിച്ചത്. വലിയ പ്രതീക്ഷയോടുകൂടി ദശാബ്ദങ്ങളായി പലതലങ്ങളിൽ ബ്രിട്ടീഷ് കോളനി വാഴ്ചയെ തുരത്തുന്നതിന് വേണ്ടി പ്രയത്നിച്ചിട്ടുള്ള ധീരരായിട്ടുള്ള സ്വാതന്ത്ര്യ സമര സേനാനികൾക്കും സമരപ്രസ്ഥാനത്തിൻ്റെ നായകന്മാർക്കും അതിൽ അണിനിരന്നിട്ടുള്ള ലക്ഷോപലക്ഷം വരുന്ന ഭാരതീയർക്കും വലിയ ആശ്വാസം പകരേണ്ട ഒരു ദിനം വലിയ ഒരു ദുരന്തത്തിൻ്റെ ദിനമായി കലാശിച്ചതിൻ്റെ കാരണഭൂതന്മാരായിട്ടുള്ള ആളുകളെക്കുറിച്ച് അതിനെക്കുറിച്ചൊക്കെ തന്നെ ഒരു ധാരണ ഉണ്ടാകുന്നത് ആ കാലത്ത് നടന്ന തെറ്റുകൾ ആവർത്തിക്കാതെ നമ്മുടെ സമൂഹത്തിൽ സ്നേഹവും സഹനവും മര്യാദയുമെല്ലാം നിലനിർത്തി കൊണ്ടുപോകാൻ ആവശ്യമാണ് എന്നതാണ്. വിഭജനം ഒരുപക്ഷെ ലോകത്ത് ഒരു ജനതക്കും മതത്തിൻ്റെ പേരിൽ വിഭജന ദുരന്തത്തെ നേരിടേണ്ടി വന്നിരിക്കില്ല. അത് സംഭവിച്ചത് നമ്മുടെ ഭാരതത്തിലാണ്. മതത്തിൻ്റെ പേരിൽ വെട്ടിമുറിക്കപ്പെടുക, അതിനെ തുടർന്ന് വർണ്ണനാതീതമായിട്ടുള്ള ദുരിതങ്ങളും അനുഭവിക്കേണ്ടി വരിക എന്ന ഒരു വലിയ അപകടം നമ്മുടെ ഭാരതത്തിലെ ജനങ്ങൾക്ക് നേരിടേണ്ടി വന്നു. ദശലക്ഷക്കണക്കിന് ആളുകൾ സ്വന്തം വീടും കുടുംബവും പിറന്ന പ്രദേശവും ഉപേക്ഷിച്ച് അഭയാർത്ഥികളായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോകേണ്ട ഒരു ഗതികേട് ഈ വിഭജനത്തിൻ്റെ ഫലമായി നമ്മുടെ നാട്ടിലുണ്ടായി. ആ വിഭജനത്തിൽ കലാശിച്ചതിന് പലതരത്തിലുള്ള പശ്ചാത്തലമുണ്ട്. ഈ ദ്വിരാഷ്ട്രവാദം എന്ന ഒരു സിദ്ധാന്തം ആദ്യമായിട്ട് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നത് മുഹമ്മദ് ജിന്നയാണ്. ഭാരതം ഒരു രാഷ്ട്രമല്ല, ഹിന്ദുക്കൾക്കൊരു രാഷ്ട്രം, മുസ്ലിങ്ങൾക്ക് വേറൊരു രാഷ്ട്രം, അതുകൊണ്ട് രണ്ട് രാഷ്ട്ര സങ്കല്പം ഒരു സിദ്ധാന്തം കൊണ്ടുവന്ന് ബ്രിട്ടീഷുകാർ ഇവിടെ വിട്ടു പോകുമ്പോൾ ഒരുമിച്ച് ജീവിക്കാൻ ഹിന്ദുക്കൾക്ക് മുസ്ലിങ്ങൾക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് മതത്തിൻ്റെ പേരിൽ ഞങ്ങൾക്ക് വേറെ വേറെ അധികാരം വേണം എന്ന ഒരു സിദ്ധാന്തം കൊണ്ടുവരികയും ആ സിദ്ധാന്തത്തെ ശക്തിപ്പെടുത്തി അത് അവസാനം വിഭജനത്തിൽ കലാശിക്കുകയാണ് ഉണ്ടായത്. ഈ ദ്വിരാഷ്ട്ര സിദ്ധാന്തം അവർ പറഞ്ഞപ്പോൾ അതിന് ശക്തി പകരാൻ വേണ്ടി നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികന്മാർ ഇത് ദ്വിരാഷ്ട്രവാദം മാത്രമല്ല ഭാരതം ബഹുരാഷ്ട്രമാണ് എന്ന നിലയിലുള്ള ഒരു സിദ്ധാന്തം പണ്ഡിതന്മാരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികന്മാർ ആ കാലഘട്ടത്തിൽ കൊണ്ടുവന്ന് അതിന് വലിയ പ്രചരണം കൊടുക്കുകയുണ്ടായി. അതിനവർ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, ഇപ്പോൾ സൗരാഷ്ട്ര എന്ന് പറയുന്ന ഒരു രാഷ്ട്രം നമുക്ക് ഇവിടെയുണ്ട് ഭാരതം. അത് ഗുജറാത്തിനാണ് സൗരാഷ്ട്ര എന്ന് പറയുന്നത്. പിന്നെ മഹാരാഷ്ട്ര എന്ന് പറയുന്ന വേറൊരു രാഷ്ട്രം. ഇതുപോലെ നമ്മുടെ നാട്ടിൽ നാനാഭാഗങ്ങളിലും ഒരുപാട് രാഷ്ട്രങ്ങളുണ്ട്. ദേശീയതയല്ല ഉപദേശീയതയെയൊക്കെ രാഷ്ട്രം എന്ന നിലയിൽ വിവക്ഷിച്ച് ഒരു ബഹുരാഷ്ട്ര സിദ്ധാന്തത്തിന് രൂപം കൊടുക്കുകയാണ് കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യുന്നത്.
ഈ കാര്യത്തെക്കുറിച്ചിട്ടുള്ള വിശദീകരണവും പ്രചരണവും ഒക്കെ നടന്നപ്പോൾ ജഗന്നാഥറാവ് ജോഷി എന്ന് പറയുന്ന ഒരു വലിയ നേതാവുണ്ടായിരുന്നു. അദ്ദേഹത്തെ കർണാടക കേസരി എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തെ അറിയാവുന്ന ആളുകൾ കുറച്ച് ആളുകൾ ഉണ്ടാവും, പഴയ ജനസംഘത്തിൽപ്പെട്ട ആളുകളൊക്കെ. അദ്ദേഹം പറഞ്ഞു, അങ്ങനെ സൗരാഷ്ട്രയും മഹാരാഷ്ട്രയും വേറെ വേറെ രാഷ്ട്രമാണെങ്കിൽ ഒരു വ്യക്തി ഒരു രാഷ്ട്രമായി തീരുകയില്ലേ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ധൃതരാഷ്ട്ര എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ, അതും ഒരു രാഷ്ട്രമാണോ എന്ന് ചോദിക്കുകയുണ്ടായി. അദ്ദേഹം വളരെ, എനിക്ക് തോന്നുന്നത് നമ്മുടെ പ്രസംഗകലയിൽ അദ്വിതീയനായിട്ടുള്ള വാജ്പേയിയോടൊപ്പം നിൽക്കുന്ന ഒരു മഹാപ്രതിഭയാണ് ഈ ജഗന്നാഥറാവ് ജോഷി. ഒരുപാട് ഭാഷാ പണ്ഡിതനാണ് അദ്ദേഹം. ഓരോരുത്തർക്കും ഓരോ ഭാഷയും അതാത് ഭാഷയിൽ അദ്ദേഹം അതിമനോഹരമായിട്ട് അങ്ങനെ അദ്ദേഹം പറഞ്ഞത് ധൃതരാഷ്ട്ര എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ, അതും ഒരു രാഷ്ട്രമാണോ എന്ന് വളരെ സരസമായിട്ട് ഈ ബഹുരാഷ്ട്ര സിദ്ധാന്തത്തിന്റെ ആളുകളോട് ചോദിക്കുകയുണ്ടായി. ഈ അതിനെക്കുറിച്ച് വലിയ നിശ്ചയമില്ലാത്തത് കൊണ്ടാണ് ചില ആളുകളൊക്കെ ഇപ്പം രാഷ്ട്രത്തിന്റെ മാതാപിതാരാകാൻ തയ്യാറെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്. ഈ രാഷ്ട്രബോധമില്ല, അതുകൊണ്ടാണ് രാഷ്ട്രം ഇവിടുന്നല്ല. ഈ നമ്മുടെ സങ്കല്പത്തിൽ വ്യത്യാസമുണ്ട്. പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായ രാഷ്ട്രത്തെക്കുറിച്ച് പറഞ്ഞത് ഒരു ഭൂവിഭാഗത്തെ സ്വന്തം മാതാവായി കരുതി ജീവിക്കുന്ന ജനസമൂഹത്തിൽ നിന്നാണ് ഒരു രാഷ്ട്രം ഉദയം ചെയ്യുന്നതെന്നാണ്. അതിന് വലിയ ശാസ്ത്രീയമായിട്ടുള്ള വലിയ ഒരു അടിത്തറയാണ്. ഒരു രാഷ്ട്രം എന്ന് പറഞ്ഞാൽ രാജ്യമല്ല, രാജ്യം വേറെയാണ്. രാജ്യം എന്ന് പറയുന്നത് അത് ഭരണകൂടം എന്ന അർത്ഥത്തിൽ മാത്രമാണ് അതിന് വ്യാഖ്യാനം കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഒരു രാഷ്ട്രം എന്ന് പറയുമ്പോൾ അതിന് ആത്മാവുണ്ടെന്ന് നമ്മളെ പഠിപ്പിച്ചത് പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായ. രാഷ്ട്രത്തിനൊരു ആത്മാവ്, രാഷ്ട്രം സ്വയംഭൂവാണ്. അത് ഭൂപ്രദേശങ്ങൾ താൽക്കാലികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി കൂട്ടിക്കെട്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രതിഭാസമല്ല, അത് സ്വയംഭൂവാണ് എന്ന് പറയും. അത് ആ രാഷ്ട്ര ചിന്ത ആ കാലഘട്ടത്തിൽ വേണ്ട വിധത്തിൽ ഉണ്ടായിരുന്നില്ല. അതിന്റെ ഫലമായിട്ടാണ് ദുരാഷ്ട്രവാദവും ബഹുരാഷ്ട്രവാദവും ഒക്കെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യവും തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കരുനീക്കങ്ങൾ വളരെ ആസൂത്രിതമായി നടത്തി. അതിന്റെ പിന്നിലെ പ്രധാനപ്പെട്ട ബുദ്ധികേന്ദ്രം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വം തന്നെയാണ്. ഈ സ്വാതന്ത്ര്യം 1947 ഓഗസ്റ്റ് 16 അർദ്ധരാത്രി കിട്ടിയെന്ന് പറയുമ്പോഴേ അതിൽ വേറൊരു പശ്ചാത്തലമുണ്ട്. ഇപ്പം 1939 മുതൽ 45 വരെയാണ് രണ്ടാം ലോക മഹായുദ്ധം. 6 വർഷം നീണ്ടുനിന്ന യുദ്ധമാണ്. ലോകത്തിന്റെ ഭൂപടത്തിന്റെ അതിർത്തികൾ തന്നെ മാറ്റി മറിച്ചുപോയ മഹായുദ്ധമായിരുന്നു അത്. കോടാനുകോടി ആളുകളാണ് ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത്, സൈനികരും സാധാരണക്കാരുമായിട്ടുള്ള ആളുകൾ. ലോകരാഷ്ട്രങ്ങൾ മുഴുവനും രണ്ട് ചേരികളായി തിരിഞ്ഞ് പരസ്പരം ഏറ്റുമുട്ടുകയാണോ അധികാരത്തിന്റെ സാമ്രാജ്യത്തിന്റെ അതിർത്തി വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം. ആ രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞതോടുകൂടി ലോക രാഷ്ട്രങ്ങളുടെ ഭൂപടത്തിൽ തന്നെ അടിസ്ഥാനപരമായ മാറ്റം വന്നു. വിജയിച്ച സഖ്യശക്തികൾ പരാജയപ്പെട്ടവരെ കൊള്ളയടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പുതിയ പുതിയ ആസൂത്രണങ്ങൾക്ക് രൂപം കൊടുത്തു. ഇന്ത്യയെ തുടർന്ന് ഭരിക്കുക എന്നുള്ളത് നഷ്ടക്കച്ചവടമാണ് എന്ന ബോധ്യം ബ്രിട്ടീഷുകാർക്കുണ്ടായി. ഇന്ത്യ അക്ഷയഖനിയായിരുന്നു നമ്മുടെ രാജ്യത്ത്. ഇവിടെ കൊള്ളയടിച്ചു കൊണ്ടുപോകുവാൻ അമൂല്യമായ സ്വത്തുക്കൾ ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് രാജ്ഞിയുടെ കിരീടത്തിലെ രത്നം അതുപോലും ഇന്ത്യയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയിട്ടുള്ളതാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഭാരതം ഒരു ആസ്തിയാണ് എന്നുള്ളതിന് പകരം ഭാരതം ഒരു ബാധ്യതയായി തീരാൻ പോവുകയാണ് എന്ന് ബ്രിട്ടീഷുകാർക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് ഇവിടെ അവരുടെ തുടർഭരണം കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ അത് വലിയ വില കൊടുക്കേണ്ടി വരും എന്ന തരത്തിലുള്ള ഒരു ലോക രാഷ്ട്രീയ പശ്ചാത്തലം ഉരുത്തിരിഞ്ഞു വന്ന ആ സവിശേഷ സന്ദർഭത്തിലാണ് ബ്രിട്ടനിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം എന്നുള്ള ആഹ്വാനം ഉണ്ടായി. യുദ്ധം നയിച്ച യുദ്ധപ്രഭുവായിരുന്നു വിൻസ്റ്റൺ ചർച്ചിൽ. അദ്ദേഹത്തിന്റെ വളരെ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടന് നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരു വളരെ തന്ത്രജ്ഞനായിട്ടുള്ള യുദ്ധ പ്രഭുവായിരുന്നു വിൻസ്റ്റൺ ചർച്ചിൽ. യുദ്ധം വിജയിച്ചു കഴിഞ്ഞപ്പോൾ ബ്രിട്ടനിലെ ജനങ്ങൾ തീരുമാനിച്ചു യുദ്ധം നടക്കുന്ന കാലത്ത് അദ്ദേഹത്തിന് ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയാവാം. പക്ഷെ യുദ്ധം കഴിഞ്ഞു, വിജയിച്ചു. ഇനി അവിടുത്തെ പ്രജകളുടെ ഹിതം പരിരക്ഷിക്കപ്പെടണം. അവരുടെ ഓരോ ആവശ്യങ്ങളുണ്ട്, ജനങ്ങൾക്ക് ഓരോരോ പ്രയാസങ്ങളുണ്ട്, അത് പരിഹരിക്കപ്പെടാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു ഭരണാധികാരി വേണം എന്ന് ബ്രിട്ടനിലെ ജനങ്ങൾ വിധിയെഴുതിയപ്പോൾ ചർച്ചിലിനെ മാറ്റിയിട്ടാണ് ക്ലെമന്റ് ആറ്റ്ലി, ലേബർ പാർട്ടിയുടെ ഇപ്പോൾ വീണ്ടും വന്നിട്ടുണ്ട് ബ്രിട്ടനിൽ ലേബർ പാർട്ടിയുടെ തലവൻ. അദ്ദേഹം ലേബർ പാർട്ടി അധികാരത്തിൽ വന്നു. അവർ ആദ്യം എടുത്ത തീരുമാനം തന്നെ
ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കണമെന്നാണ്, കൊടുക്കാനുള്ള പദ്ധതികളെ കുറിച്ചിട്ടുള്ള ആസൂത്രണമാണ്. അങ്ങനെയാണ് ക്യാബിനറ്റ് മിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രിട്ടീഷ് മന്ത്രിസഭയിലെ പ്രമുഖരായിട്ടുള്ള 3 മന്ത്രിമാരെ ഉൾപ്പെടുത്തി ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ചത്. അവരുടെ പ്രധാനപ്പെട്ട ദൗത്യം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് ഇവിടുത്തെ ബന്ധപ്പെട്ട ആളുകളുമായിട്ടൊക്കെ ചർച്ച കൂടിയാലോചന നടത്തി അന്ന് നിലവിലുണ്ടായിരുന്ന തദ്ദേശ ഭരണകൂടങ്ങൾ, ആ ഭരണകൂടങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടത്തി അവിടുത്തെ പ്രതിനിധികളുമായി ചർച്ച ചെയ്ത് ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിക്ക് രൂപം കൊടുക്കണം. ആ അസംബ്ലി ഭാരതത്തിന്റെ ഭരണഘടന ഉണ്ടാക്കാനുള്ള ഒരു സ്ഥാപനമാണ് എന്ന തരത്തിലുള്ള നിർദ്ദേശമാണ് ക്യാബിനറ്റ് മിഷന് അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെന്റ് കൊടുത്തത്. അവരിവിടെ വന്ന് അവരുടെ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അതിനെതിരായി ജിന്ന, ബ്രിട്ടീഷുകാർക്കൊരു കാര്യം വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു. ഒരു കാലത്ത് ഇവിടെ വിചാരിച്ചത് ഇന്ത്യക്കാർക്ക് ഭരിക്കാൻ അറിഞ്ഞുകൂടാ, ബ്രിട്ടീഷുകാർ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ നാടിന് ഒരു ഭരണം ഉണ്ടാവുക, ആകപ്പാടെ താറുമാറായി തകർന്ന് തരിപ്പണമാകും ഈ രാജ്യം. അതുകൊണ്ട് ബ്രിട്ടീഷ് വാഴ്ച തന്നെ ഇവിടെ വേണം എന്ന് ആവശ്യപ്പെട്ടിരുന്ന ആളുകളും നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. സ്വാതന്ത്ര്യ സമരത്തെ അവർ നീരസത്തോടുകൂടി കണ്ടിരുന്നു. സ്വാതന്ത്ര്യ സമരത്തെ പലപ്പോഴും ദുർബലപ്പെടുത്താൻ അവർ ഈ ബ്രിട്ടീഷ് പ്രേമത്തിന്റെ ഫലമായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ സ്വന്തം നിലക്ക് ഒരു ഭരണഘടനയ്ക്ക് രൂപം കൊടുത്തുകൊണ്ട് അധികാര കൈമാറ്റത്തിന്റെ കാര്യപരിപാടിയിലേക്ക് രാജ്യം പ്രവേശിക്കണം എന്ന നിർദ്ദേശവുമായിട്ടാണ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് വന്നത്. അവരിവിടെ വന്ന് അവരുടെ പ്രവർത്തനം തുടങ്ങിയപ്പോൾ തന്നെ ജിന്നയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഉള്ളിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ, പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ആ ബ്രിട്ടീഷ് തന്ത്രജ്ഞന്മാർ നേരത്തെ ആവിഷ്കരിച്ചു. ജിന്ന ഈ പറഞ്ഞതുപോലെ ഒരു മതഭ്രാന്തനായിരുന്നില്ല. മതത്തെ രാഷ്ട്രീയപരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സൂത്രം അങ്ങനെ തുടങ്ങിയതാണ്. അധികാരം നേടാൻ വേണ്ടി മതത്തെയും മതവികാരത്തെയും ഉപയോഗപ്പെടുത്തുക. ജിന്ന നന്നായിട്ട് പന്നിമാംസം കഴിക്കുന്ന ആളായിരുന്നു. ജിന്ന മദ്യപാനം നടത്തുന്ന ആളായിരുന്നു. ജിന്ന ഒരു നേരം പോലും നിസ്കരിക്കാൻ ഒരിടത്തും പോയിട്ടില്ല. ആ ജിന്നയെയാണ് ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ നേതൃത്വ പദവിയിലേക്ക് എത്തിച്ചത്. അപ്പൊ അതിനെക്കുറിച്ച് അഡ്വാനിജി അവിടെ കേന്ദ്രത്തെ വാജ്പേയി മന്ത്രിസഭയുടെ കാലത്ത് അവിടെ പോയപ്പോൾ ജിന്നയുടെ ഈ സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞു. ജിന്നയുടെ യഥാർത്ഥ സ്വഭാവം ഇതാണ് എന്ന് പറഞ്ഞു. അപ്പോഴത്തേനും ഇവിടുത്തെ ആളുകൾക്ക് ഹാലിളക്കമുണ്ടായി. ഇതാ അഡ്വാനിജി ജിന്നയെ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞു. ആ ഹാലിളകയാണ് ഇപ്പൊ നമ്മുടെ സംഘടനയില്ല. അദ്ദേഹം പുറത്താണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെയും ഹിന്ദുക്കളുടെ DNA ഒന്നാണെന്ന് പൂജനീയ സർസംഘചാലക് പറഞ്ഞപ്പോൾ സർസംഘചാലകനെ വിമർശിച്ച ആളാണ് ആ വിദ്വാൻ. അങ്ങനെയുള്ള ആളുകളാണ്. അദ്വാനിജിക്കെതിരെ വലിയ തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉണ്ടായി. ജിന്ന അതായിരുന്നു. മതത്തെ ഉപയോഗിച്ചു, മതവികാരത്തെ കുത്തികളക്കി വിശ്വാസികളെ മതഭ്രാന്തന്മാരാക്കി, അവരെ തെരുവിലിറക്കി. അവരാണ് നമ്മുടെ കൽക്കട്ടയിലും നവഖാലിയിലും ബീഹാറിലുമൊക്കെ തെരുവിലിറങ്ങി ലക്ഷക്കണക്കിന് വരുന്ന ഹിന്ദു ജനവിഭാഗത്തിനെതിരെ കടുത്ത ആക്രമണം നടത്തിയത്. നവഖാലി എന്ന് പറയുന്നത് ബംഗ്ലാദേശിലാണ്, പൂർവ്വ ബംഗാൾ, ഇപ്പോഴത്തെ ബംഗ്ലാദേശിലാണ്. ഈ അസംബ്ലിയെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് പ്രത്യേക അധികാരം വേണം, ഭരണം വേണം, രാഷ്ട്രം വേണം എന്ന നിലയിലുള്ള വാദത്തിന്റെ കുന്തമനയുമായി രംഗത്തിറങ്ങി നാട്ടിൽ കലാപം ഉണ്ടാക്കാനുള്ള ആഹ്വാനം അദ്ദേഹം കൊടുത്തു. അന്ന് ബംഗാൾ ഭരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ മന്ത്രിസഭയാണ്, പ്രാദേശിക മന്ത്രിസഭയാണ്. ആ അധികാരത്തിന്റെ തണലിലാണ് പിന്നെ അവിടെ അതിഭീകരമായിട്ടുള്ള ഈ അക്രമം നടന്നത്. ഇവിടെ പറഞ്ഞതുപോലെ ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയിട്ടുണ്ട്, സ്ത്രീകളെ ബലാത്സംഗം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മറ്റുള്ളവരെ പോലെ തന്നെ നമ്മുടെ നാട്ടിലെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ആളുകളാണ് ഈ ഓടിപ്പോകേണ്ടി വന്ന പാപങ്ങൾ. നമ്മുടെ നാട്ടിലെ ആളുകൾ അവർ സ്വാതന്ത്ര്യ സമരത്തിന്റെ തീച്ചുളയിൽ എല്ലാ ത്യാഗവും സഹിച്ച് ബ്രിട്ടീഷ് കോളനി വാഴ്ചക്കെതിരായി പോരാട്ടം നടത്തിയവരാണ്. ആ പോരാട്ടം നടത്തിയിട്ടുള്ള സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് കുടുംബം വിട്ടു, ഭൂമി വിട്ടു, സ്ഥലം വിട്ടു, എല്ലാം വിട്ട് എവിടെയോ അലഞ്ഞു തിരിയേണ്ട ഗതികേടിലേക്ക് എത്തിച്ചതിന്റെ ഉത്തരവാദികൾ ആരാണെന്ന് പറഞ്ഞാൽ ആ ആളുകൾ ഈ കുറ്റകൃത്യത്തിൽ നിന്നും അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട വിഷയം.
കുട്ടികൾ നഷ്ടപ്പെട്ട ഒരു കുടുംബം, അമ്മയും അച്ഛനും, അച്ഛനെ കാണുന്നില്ല, അമ്മയെ കാണുന്നില്ല, മുലകുടി മാറാത്ത കുട്ടികൾ, പിച്ചവെച്ച് നടക്കുന്ന കുട്ടികൾ, കുടുംബത്തിന്റെ ഭദ്രതയിൽ സുഖമായി ജീവിച്ച് വളരേണ്ട ഭാരതത്തിന്റെ പൗരന്മാർ ബ്രിട്ടീഷ് കോളനിക്ക് വാഴ്ചക്കെതിരായിട്ട് പോരാട്ടം നടത്തിയ പാരമ്പര്യമുള്ള ആ ജനതക്ക് എല്ലാം തകർന്നു. ഒരു സുപ്രഭാതത്തിൽ ഒരു നേരം ഇരുട്ടി വെളുക്കുമ്പോൾ, സ്വാതന്ത്ര്യ ദിനം ഇവിടെ പുലരുമ്പോൾ, അതാണ് പറഞ്ഞത്, കിഴക്കൻ ചക്രവാളത്തിൽ സൂര്യൻ ഉദിച്ചുയരുമ്പോൾ ഭൂമിയിൽ വടക്കേ ഇന്ത്യയിൽ മനുഷ്യ രക്തത്തിന്റെ പുഴയൊഴുകുകയായിരുന്നു എന്നുള്ള സത്യം അവിടെയാണ് നമ്മുടെ മുമ്പിൽ വരുന്നത്. അതാണ് ആ ആളുകൾ തെക്കോട്ടും വടക്കോട്ടും, പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കും, ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കും ദശലക്ഷക്കണക്കിന് ആളുകൾ, എല്ലാം നഷ്ടപ്പെട്ട ആളുകൾ, നിസ്സഹായരായ ആളുകൾ, നിരാലംബരായ ആളുകൾ, എവിടെയൊക്കെ പോകണമെന്നറിയാത്ത ആളുകൾ, കുട്ടികളും കുഞ്ഞുങ്ങളും ഒക്കെ കൈവിട്ടുപോയ ആളുകൾ, കാണാതായി പോയ ആളുകൾ, ആ നിലവിളി ഇന്നും ഭാരതത്തിന്റെ ഹൃദയത്തിൽ ഒരു വലിയ രോദനമായി പ്രതിധ്വനിക്കുന്നുണ്ട് എന്ന സത്യത്തിന്റെ മുമ്പിൽ തല ഉയർത്തി നിൽക്കുവാനുള്ള കരുത്താണ് നമുക്കിവിടെ ഉണ്ടാവേണ്ടതായിട്ടുള്ളത്. അതിനെ കണ്ടില്ലെന്ന് നടിച്ച് കണ്ണടക്കുകയല്ല. മറക്കാനും പൊറുക്കാനും എന്ന കാര്യം പറഞ്ഞപ്പോൾ പണ്ട് ദേവസ്തി പറയാറുണ്ടായിരുന്നു, പൊറുക്കാൻ ഞങ്ങൾക്ക് സാധിക്കും, കാരണം അങ്ങനെയുള്ള സംസ്കാരം നമുക്കുണ്ട്, പക്ഷെ മറക്കാൻ സാധിക്കില്ല. അത് മറക്കാതിരിക്കാനാണ് ഇപ്പൊ നമ്മൾ ഇത്തരം പരിപാടികൾ വെക്കുന്നത്. ഓർമ്മകൾ വേണം, ഓർമ്മകൾ മരിക്കരുത്. അപ്പോൾ അതിന്റെ ഒരു പ്രശ്നമുണ്ട്, ഇപ്പോഴും അത് അങ്ങനെ നിലനിൽക്കുകയാണ്. നവഖാലിയിൽ, ബീഹാറിൽ, എല്ലായിടത്തും എല്ലാവിധ അന്നത്തെ കിട്ടാവുന്ന എല്ലാ ആയുധങ്ങളും ഇവിടെ അക്രമകാരികൾ ഈ പാവപ്പെട്ട ആളുകളുടെ നേരെ അഴിഞ്ഞാടി. അതിന് അങ്ങോട്ടുമുണ്ടായി ഇങ്ങോട്ടുമുണ്ടായി അടിയും തിരിച്ചടിയും അടിയും തുടർന്നുകൊണ്ടേയിരുന്നു. നിസ്സഹായമായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു ആ കാലഘട്ടത്തിൽ നമ്മുടെ ഭാരതത്തിലുണ്ടായിരുന്നത്. നമ്മുടെ കേരളത്തിൽ നമുക്കൊന്നും അതിന്റെ വേദന അറിഞ്ഞുകൂടാ, നമ്മളത് അങ്ങനെ ഒരു ദുരന്തം അനുഭവിച്ചിട്ടില്ല, പക്ഷെ അവിടെ അത് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത്തരമൊരു സാഹചര്യമുണ്ട്. മനുഷ്യന്റെ മനസ്സിൽ ജാതിയുടെയും മതത്തിന്റെയും ഭാഷയുടെയും വേഷത്തിന്റെയും പേരിൽ വിഭാഗീയതകൾ സൃഷ്ടിച്ച് അധികാരത്തിന്റെ കസേരകൾ കൈയടക്കാൻ നടത്തുന്ന ശ്രമം അത് നിരുത്സാഹപ്പെടുത്തേണ്ടതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്നിപ്പോൾ നമുക്കറിയാം, അപ്പുറത്ത് ബംഗ്ലാദേശ് പാകിസ്ഥാനെ വെട്ടിമുറിക്കാൻ കിട്ടിയ ഒന്നാന്തരം സന്ദർഭം 71 യുദ്ധം. അത് കിഴക്കൻ പാകിസ്ഥാനായിരുന്നു. ഇതാണ് ഇപ്പോൾ ബംഗ്ലാദേശ് എന്ന് പറയുന്നത്. കിഴക്കൻ പാകിസ്ഥാനായിട്ടാണ് നിലനിന്നിരുന്നത് അവിടെ. കാരണം ബംഗ്ലാദേശിലെ അന്നത്തെ ലീഗ് നേതൃത്വവും എല്ലാം കൂടി ചേർന്ന് അതാണ് പറയാറുണ്ടായിരുന്നത്. ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ബംഗാളിനെ വെട്ടിമുറിച്ചു എന്ന് പറഞ്ഞാൽ, ആ ബംഗാളിനെ മുഖർജിയുടെ നയതന്ത്രം കൊണ്ട് വെട്ടിമുറിച്ചത് കൊണ്ടാണ് ഇന്ന് വെസ്റ്റ് ബംഗാൾ നമ്മുടെ ഇന്ത്യയിൽ നിൽക്കുന്നത്. അല്ലെങ്കിൽ അതുകൂടി ഈ ബംഗ്ലാദേശിലേക്ക് പോകുമായിരുന്നു. അതായിരുന്നു സ്ഥിതി. അപ്പൊ അവിടെ ഇപ്പം പ്രശ്നങ്ങൾ വന്നു. വലിയ അപകടമാണ്. അതിർത്തിയിൽ 71 ഈ യുദ്ധം നടക്കുന്ന സമയത്ത് ലക്ഷക്കണക്കിന് അഭയാർത്ഥികളാണ് ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നത്. ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ് നമ്മുടെ പ്രധാനമന്ത്രി. ലക്ഷക്കണക്കിന് അഭയാർത്ഥികൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു. മുജീബുർ റഹ്മാന്റെ നേതൃത്വത്തിൽ മുക്തിവാഹിനി എന്ന് പറയുന്ന പ്രാദേശികമായിട്ടുള്ള സായുധ സംഘങ്ങൾ അവിടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയിരുന്നു. അത്തരമൊരു സന്ദർഭത്തിൽ എന്താണ് ഇന്ത്യ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ചർച്ചകൾ നടന്നു. ഭാരതീയ ജനസംഘം അന്ന് പാർലമെന്റിന്റെ മുമ്പിൽ നിരോധനാജ്ഞ ലംഘിച്ച് പ്രകടനം നടത്തിയിരുന്നു. എല്ലാ ദിവസവും കുറേ ദിവസം തുടർച്ചയായിട്ട് കേരളത്തിൽ നിന്നുള്ള ഈ പാർലമെന്റ് മാർച്ചിൽ പങ്കെടുക്കേണ്ട ആളുകളെ ഒന്ന് സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പരമേശ്വരജിയും മറ്റും കേരളം മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രയാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, കണ്ണൂരിൽ ഭാരത ഹോട്ടൽ, അവിടെ പരമേശ്വരജി പത്രസമ്മേളനം വെച്ചു. അവിടെ പത്രപ്രവർത്തകർ എഴുതി ചോദിച്ചു, പരമേശ്വരജി എന്താ ഇത്? ജനസംഘം, നമ്മുടെ രാജ്യം ഒരു വലിയ പ്രതിസന്ധിയെ നേരിടുകയാണ്. ബംഗ്ലാദേശിൽ നിന്ന് ലക്ഷക്കണക്കിന് അഭയാർത്ഥികൾ ഇങ്ങോട്ട് വരുന്നു. യുദ്ധം നമ്മുടെ പടിവാതിക്കൽ എത്തി നിൽക്കുന്നു. നിങ്ങൾ പാർലമെന്റ് നിരോധനാജ്ഞ ലംഘിച്ചുകൊണ്ട് ഈ പ്രകടനം നടത്തിയാൽ അത് ഒരു ബുദ്ധിമുട്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ അന്ന് പരമേശ്വരജി പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം, അദ്ദേഹം പറഞ്ഞു, ഇത് ഗവൺമെന്റിന്റെ എതിരല്ല ഈ സമരം. ഈ സമരം ഗവൺമെന്റിന്റെ കൈകൾക്ക് ശക്തി പകരാൻ, അവർക്ക് ആത്മവീര്യം പകർന്നു കൊടുക്കാൻ, ബംഗ്ലാദേശിനെ അംഗീകരിക്കണം, പാകിസ്ഥാനിൽ നിന്ന് നടത്തി മാറ്റണം എന്നുള്ള നമ്മുടെ ആവശ്യം സുശക്തമായി ഉന്നയിച്ച് അത് നേടിയെടുക്കുവാൻ ആവശ്യമായ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകണം. അതിനുള്ള സർക്കാരിന് ആത്മവീര്യം പകർന്നു കൊടുക്കുന്ന ഒരു സമരമാണിത് എന്ന് അദ്ദേഹം ഒന്ന് പറയുകയുണ്ടായി. അപ്പൊ ഞങ്ങളൊക്കെ സമരത്തിൽ പങ്കെടുത്തതാണ്, ബംഗ്ലാദേശ് സമരത്തിൽ.
തുടർച്ചയായിട്ട് കേരള ബാച്ചിന് നേതൃത്വം കൊടുത്തത് പരമേശ്വരജിയായിരുന്നു. ഭോപ്പാലിൽ നിന്ന് നമുക്ക് അന്ന് വളരെ വിരലിലെണ്ണാവുന്ന ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ ഈ എം പിമാരായിട്ട്. ഷെഡ്വാൽക്കർ എന്ന് പറഞ്ഞ ഒരു എം പി ഉണ്ടായിരുന്നു ജനസംഘത്തിന്. പരമേശ്വരജി അന്ന് അഖിലേന്ത്യാ ഉപാധ്യക്ഷനാണ് ജനസംഘത്തിന്. അതുകൊണ്ട് ആ ഷെഡ്വാൽക്കർ എന്ന എം പിയും ഉണ്ടായിരുന്നു. ഞങ്ങളിവിടെ നിന്ന് വണ്ടിയിൽ പോയി പാർലമെന്റ് മാർച്ച് നടത്തി, അറസ്റ്റ് ചെയ്തു, തിഹാർ ജയിലിലടച്ചു. എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലം അവിടെ കിടന്നിട്ടില്ല കേട്ടോ. ജയിലിലടക്കുക അത് ഒരു ഗവൺമെന്റ് നയമാണ്. പാർലമെന്റ് മന്ദിരത്തിന്റെ മുമ്പിലെ നിരോധനം ലംഘിക്കുന്നവരെ അറസ്റ്റ് ചെയ്ത് ഇങ്ങനെ വിടുകയല്ല. അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ കൊണ്ടുപോയി 2 ദിവസം 3 ദിവസം ശിക്ഷിക്കും, തിഹാറിൽ കിടക്കുക. തിരിച്ചു വരുന്ന ആളുകൾക്കൊക്കെ സർക്കാർ വണ്ടി ചാർജ് കൊടുക്കുമായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ ആ മാർച്ചൊക്കെ പങ്കെടുത്തുള്ള ആളാണ് ഞാൻ. അത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ചരിത്രബോധം എന്ന് പറയുന്നത് ഇവിടെ മാത്രം പോലുള്ളൂ. ഈ ചരിത്രബോധവും പഠിപ്പിക്കുന്ന ആളുകളെ ഈ ചരിത്രബോധം എന്ന് പറയുന്നത് ചില കാര്യത്തിൽ മാത്രം പോരെന്ന്. ഇപ്പൊ KG മാരാരെ കുറിച്ച് നമ്മളിങ്ങനെ പറയും, ഇപ്പോഴത്തെ കുട്ടിയാണെന്ന് മൂപ്പര് ഏത് അമ്പലത്തിലാണ് കുട്ടിക്കൊഴിയത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. എന്താ സ്ഥിതി? അത്രയും അറിയും. KG മാരാർ ഏത് അമ്പലത്തിലാണ് അദ്ദേഹം? അമ്പലത്തിൽ ഒരു കഴകക്കാരനായിട്ടാണ് കാണുന്നത്. ബോധമില്ല, ചരിത്രബോധമില്ല. അതാണ് പറഞ്ഞത്. ഇത് അങ്ങനെയാണ് അന്നത്തെ ബംഗ്ലാദേശിൽ നടന്നത്. അതിഗംഭീരമായ യുദ്ധം നടത്തി ഇന്ത്യൻ പട്ടാളം മാർച്ച് ചെയ്തു. 93,000, 1,00,000 ഏതാണ്ട് 7,000 കുറവ് മാത്രമാണ് പാകിസ്ഥാൻ പട്ടാളക്കാർ ഇന്ത്യൻ ജനറൽമാർക്ക് മുമ്പിൽ കീഴടങ്ങി, ആയുധം വെച്ച് കീഴടങ്ങി. അങ്ങനെയാണ് ബംഗ്ലാദേശ് ഉണ്ടായത്. പക്ഷേ അവിടെ നടന്ന ഒരു കാര്യം നിങ്ങൾക്കറിയാം. അത് കഴിഞ്ഞ ആഗസ്റ്റ് 15 തോന്നുന്നു മുജീബ് പ്രധാനമന്ത്രിയുടെ കൊട്ടാരത്തിലേക്ക് പട്ടാളം മാർച്ച് ചെയ്തു. ഇപ്പോഴത്തെ ബംഗ്ലാദേശ് BNP പാർട്ടിയുടെ അല്ലല്ല, ഇപ്പം അവർ പുറത്തു വന്നു. അവരുടെ ജനറൽ ഇർഷാദായിരുന്നു. ജനറൽ ഇർഷാദ് പട്ടാളത്തലവനായിരുന്നു. എന്താ ഇതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അതിനൊരു കാരണമുണ്ട്. മുജീബ് റഹ്മാൻ അങ്ങനെ പ്രധാനമന്ത്രിയായി വളരെ ഗംഭീരമായിട്ട് ബംഗ്ലാദേശിനെ മോചിപ്പിക്കുന്ന ആ പോരാട്ടത്തിന് അങ്ങേയറ്റത്തെ നേതൃത്വം കൊടുത്ത വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലേക്ക് പട്ടാളം മാർച്ച് ചെയ്ത് വെടിവെച്ച് കൊടുത്തത്. കുടുംബങ്ങളൊക്കെ ഈ ഹസീന കുറച്ച് ആളുകൾ മാത്രമേ ബാക്കിയായിട്ടുള്ളൂ. ബാക്കി അധികം ആളുകളെയും കൊണ്ടുവരും. അപ്പം അതിനൊരു വേറൊരു കാരണമുണ്ട്. അതായത് ഈ സ്വാതന്ത്ര്യ ദിനാഘോഷം അവിടെ ഇങ്ങനെ നടന്ന സമയത്ത് ഈ ജനറൽ ഇർഷാദിന്റെ ഭാര്യ ഒരു സുന്ദരിയാണ്, യുവതിയാണ്. അപ്പോൾ ഈ വലിയ വലിയ ആളുകൾ, പട്ടാള ജനറൽമാർ, രാഷ്ട്രീയ നേതാക്കന്മാർ, മന്ത്രിമാർ ഇവരെല്ലാം ഉണ്ടല്ലോ. അപ്പോഴേ ഈ മുജീബ് റഹ്മാന്റെ മകളുടെ മകനും അങ്ങനെ ഏതോ ഒരു ചെറുപ്പക്കാരൻ ഇർഷാദിന്റെ ഭാര്യയോട് അപമര്യാദയായിട്ട് പെരുമാറി. അപ്പോൾ അതിന്റെ പരാതി അദ്ദേഹം കൊടുക്കാൻ വേണ്ടി മുജീബ് റഹ്മാന്റെ അടുത്ത് പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, കുട്ടികളായാലും അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ എന്ന് പറഞ്ഞത് നിസ്സാരമാക്കി കടന്നൊരു സംഭവം ഉണ്ടായി. ഈ ഒരു സംഭവം നടക്കുമ്പോൾ അതിന് പിന്നിൽ ചില കാര്യങ്ങളുണ്ട്. അത് ഞാൻ അന്ന് അരവിന്ദം എന്ന് പറയുന്ന ഇതിൽ ശൈഥില്യത്തിന്റെ പേരുകൾ എന്ന പേരിൽ ഞാനൊന്നും ലേഖനം എഴുതിയിരുന്നു. അതിൽ ഇത് ഈ കാര്യമാണ് അതിൽ പറഞ്ഞത്. അരവിന്ദത്തിൽ അങ്ങനെയാണ് നമ്മുടെ പട്ടാള ഭരണം പിന്നീട് വരുന്നത്. പിന്നീട് മുമ്പ് ജനാധിപത്യ പ്രക്രിയ വന്നു. ഹസീന ബീഗം അവർ പ്രധാനമന്ത്രിയായി. മുജീബ് റഹ്മാന്റെ മകളാണ്. അവിടെ കൊല ചെയ്യപ്പെട്ടതിൽ അവശേഷിക്കുന്ന ഒരു വ്യക്തിയാണ്. ജനാധിപത്യം പുനഃസ്ഥാപിക്കപ്പെട്ടു. താരതമ്യേന അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കെല്ലാം സുരക്ഷിതമായി നിൽക്കുന്ന സ്ഥിതി വന്നു. അതിനിടയിലാണ് അവിടെ ഈ ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ പ്രവർത്തനം അവിടെ നടക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി പൊളിറ്റിക്കൽ ഇസ്ലാമിക് മൂവ്മെന്റ് ആണ്. അത് 1400 വർഷം മുമ്പ് എന്താണ് നടന്നത് അത് തന്നെ ഇപ്പോഴും നടപ്പാക്കണം എന്ന് പറയുന്ന ഒരു കൂട്ടരാണ്. ഒരു ഭീകര സംഘടനയാണ്. അവരവിടെ രഹസ്യമായി പ്രവർത്തിച്ചു. അവിടുത്തെ ന്യൂനപക്ഷ സമുദായങ്ങൾക്കെതിരായിട്ടുള്ള പ്രയത്നത്തിക്ക് കാരിദാസിക അവർ വാസ്തവത്തിൽ വളരെ പരിരക്ഷ ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് കൊടുത്തിരുന്നു. നമ്മുടെ ഗവൺമെന്റ്, ഇന്ത്യ ഗവൺമെന്റുമായിട്ട് നല്ല അടുത്ത കാലത്തന്നെ അവർ ഇന്ത്യ സന്ദർശിച്ച് പോയത്. അവിടെ ഈ ഭീകരവാദികൾ വീണ്ടും വന്നു ചേർന്നിരിക്കുന്നത് അങ്ങനെയാണ്. ഇത് അപകടം. നമ്മുടെ അടുത്ത് നമ്മുടെ നാടിന്റെ പടിവാതിക്കൽ ഒരു പുതിയ ഭീകരത വീണ്ടും ഉടലെടുത്തിരിക്കുകയാണ്. അത് 1000 കിലോമീറ്റർ അപ്പുറത്താണ് എന്ന് പറഞ്ഞ് ഇപ്പുറത്തുള്ള കേരളക്കാരായ നമ്മൾക്ക് കിടന്നുറങ്ങാൻ സാധിക്കില്ല. കാരണം ഇത് അവിടെ നിന്ന് തുടങ്ങിയ ഈ ശക്തികൾ നമ്മുടെ നാട്ടിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്.
പത്തി മടക്കി പ്രവർത്തിക്കുന്നു. അവസരം കിട്ടിയാൽ പത്തി വിടർത്തി മാളത്തിൽ നിന്ന് പുറത്തു ചാടും. അവരുടെ വിദ്വേഷത്തിന്റെ, അവരുടെ ഈ പ്രാകൃതമായ സങ്കല്പത്തിന്റെ എല്ലാ വിഷവും അവർ നമ്മുടെ സമൂഹത്തിന്റെ ജീവിതത്തിലേക്ക് ചെയ്തു. അപ്പോൾ ആ വിഷപ്പത്തിയെ തച്ചു തകർക്കാൻ ആവശ്യമായ പുതിയൊരു കാളിയമർദ്ദനം നമ്മുടെ നാട്ടിൽ നടക്കും. ആ പുതിയ കാളിയമർദ്ദനത്തിന്റെ ചിലക കിട്ടാൻ ഇവിടുത്തെ യുവാക്കളെ സജ്ജമാക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതാണ് അതിന്റെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ അച്ചുതൻ അങ്ങനെ വരികയാണ്. അതുകൊണ്ട് ഈ സ്മൃതി ദിനം സദസ്സ് നടത്തുന്ന സമയത്ത് ഇത്തരം നാനാ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു സാമാന്യമായ അറിവും അവബോധവും നമ്മൾക്ക് ഇവിടെ കരുതലോടുകൂടി കഴിയേണ്ടതായിട്ടുണ്ട്. ഒരുപാട് തെറ്റായ കാര്യങ്ങൾ നിശബ്ദമായി നമ്മുടെ നാട്ടിൽ നടക്കുന്നു. അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് കേരള അവരുടെ ഏജൻസികൾ മാത്രം നോക്കിയാൽ പോരാ. നമ്മുടെ നാട്ടിൽ കണ്ണു തുറന്ന് ഇതെല്ലാം കാണാൻ വേണ്ടി നമുക്ക് കഴിയണം. അവരുടെ യഥാർത്ഥ മുഖം, യഥാർത്ഥ സ്ഥിതി എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയണം. അവരെ കൊണ്ടുവരേണ്ടിടത്ത് കൊണ്ടുവന്ന് നിർത്താൻ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് സംഘടിപ്പിക്കാൻ വേണ്ടി കഴിയണം. അതുകൊണ്ട് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നാളെ നമ്മളെല്ലാം വളരെ ആഘോഷിക്കാൻ വേണ്ടി പോകുന്നു. ഞാൻ ഇന്നെല്ലാം പോകും രാത്രി. കാരണം ഞാൻ റെസിഡൻസ് അസോസിയേഷനിലെ രക്ഷാധികാരിയാണ്. ഞാൻ കാവാലി ശ്രീമാരോട് പറഞ്ഞു, ഞാൻ രക്ഷാധികാരിയാണെങ്കിലും എൻ്റെ രക്ഷനെ ഇപ്പം വളരെ മോശമാണ്. പക്ഷെ അവിടെ സ്വാതന്ത്ര്യ ദിനത്തിൽ ഞങ്ങൾ അവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ്റെ ആളുകളെല്ലാം കൂടി ചേർന്ന് ഗംഭീരമായി ദേശീയ പതാക ഉയർത്തുന്നു. ആ റെസിഡൻസ് അസോസിയേഷനിൽ പകുതി ഹിന്ദുക്കളും പകുതി മുസ്ലിങ്ങളും എല്ലാവരും വരുന്നുണ്ട്. ഒന്നും വ്യത്യാസമില്ല. എല്ലാ വീടുകളിൽ നിന്നും ആളുകൾ അവിടെ വരും. തട്ടമുട്ടവരും വരും, പൊട്ട് തൊട്ടവരും വരും. ആ സ്വാതന്ത്ര്യ ദിനം അവർ ഒരുമിച്ച് ആഘോഷിക്കും. അപ്പൊ അതിന് പോകണം. അപ്പോൾ ആ 77ാമത് ഈ സ്വാതന്ത്ര്യ ദിനം അത് ഭാരതത്തിൽ നോക്കുകയാണ്. ഭാരതത്തിന്റെ ചുറ്റും ഏകാധിപതികളുടെ വാഴ്ചയാണ് നടക്കുന്നത്. പാകിസ്ഥാൻ അവിടെ ഇങ്ങനെ പോയി, ഇവിടെ ബംഗ്ലാദേശ് ഇങ്ങനെയായി, അപ്പുറത്ത് മ്യാൻമാർ, അവിടെ പ്രശ്നങ്ങളുണ്ട്, ശ്രീലങ്കയിൽ അസ്ഥിരതയുണ്ട്. ചുറ്റുപാടും നമുക്ക് ഒരു അസ്ഥിരതയുടെ ഭരണകർത്താക്കൾ ഭരിക്കാൻ തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന സാമൂഹ്യ ജീവിതത്തിന്റെ അരാജകത്വം, ആ അരാജകത്വത്തിന്റെ അതിപ്രസരം, ആ അതിർത്തികൾ ലംഘിച്ച് നമ്മുടെ നാട്ടിലേക്ക്, നമ്മുടെ ജനങ്ങൾക്കിടയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ സ്വസ്ഥത തകരും എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും ഗുരുതരമായ പ്രശ്നം. അപ്പൊ അതിനെയെല്ലാം അതിജീവിക്കാൻ പര്യാപ്തമായ വിധത്തിൽ ഈ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ, സ്വാതന്ത്ര്യ ദിനം അന്ന് രക്തരൂക്ഷിതമായ ഒരു പ്രഭാതമായിരുന്നു എന്ന് ഭാരതത്തിലെ ജനങ്ങൾക്ക്, വടക്കേ ഇന്ത്യയിലെ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് നേരിടേണ്ടി വന്നത്. അതിനിടയാക്കിയിട്ടുള്ള കാര്യങ്ങൾ, കാര്യകാരണങ്ങൾ അത് കൃത്യമായി മനസ്സിലാക്കി അത്തരം കാര്യങ്ങൾ വേഷം മാറി ഇപ്പോഴും നമ്മുടെ നാട്ടിൽ പല രൂപത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളത് കൊണ്ട് അതുകൂടി തിരിച്ചറിഞ്ഞ് ജനങ്ങളെ ഒരുമിപ്പിച്ച് നിർത്താൻ, അണിനിരത്താൻ, എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും അണിനിരത്താൻ, നമ്മുടെ നാട്ടിന്റെ വൈവിധ്യം എന്ന് പറയുന്നത്, നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്നത് വളരെ അടിസ്ഥാനപരമായ ഒരു കാര്യമാണ്. നാനാത്വം എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രത്തിന്റെ സൗന്ദര്യ ഭൂമികയാണ്. ഏകത്വം എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രത്തിന്റെ അടിത്തറയായിട്ടുള്ള ശക്തിയാണ്. ഇപ്പൊ ശക്തിയും സൗന്ദര്യവും കൂടി സംയോജിക്കുന്ന ഒരു പുതിയ രൂപം, ഒരു പുതിയ രീതി, അത് നമ്മുടെ നാട്ടിൽ വളർന്നു വരുമ്പോഴാണ് രാജ്യം, സ്വാതന്ത്ര്യ സമര സേനാനികൾ സ്വപ്നം കണ്ട ആ മഹത്തായ ഭാരതം ഉണരുന്നത്, ഭാരതത്തിന്റെ രൂപരേഖര് നമ്മുടെ മുമ്പിൽ ശരിയായി വരുന്നത്. അതുകൊണ്ട് നാനാത്വത്തിൽ ഏകത്വം, നാനാത്വം അതിന്റെ സൗന്ദര്യവും ഏകത്വം അതിന്റെ ശക്തിയുമാണ്. ഈ ശക്തി സൗന്ദര്യ സങ്കല്പങ്ങൾ ഒരുമിച്ച് വന്നത് വിവേകാനന്ദൻ കണ്ട ആ ഭാരതം 21ാം നൂറ്റാണ്ട് ഭാരതത്തിന്റെ നൂറ്റാണ്ടാണ് എന്ന് ആ യോഗീശ്വരൻ, യുവയോഗി, ക്രാന്തദർശി, ദീർഘദർശിയായിട്ടുള്ള ആ യോഗി പ്രവചിച്ചിട്ടുള്ള ആ പ്രവചനം കൂടെ സാക്ഷാത്കരിക്കപ്പെടുക പോവുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ശ്രീമാൻ നരേന്ദ്രമോദി ആ പ്രവചിച്ച നരേന്ദ്രനാഥ ദത്ത എന്ന നരേന്ദ്രനാഥ ദത്ത എന്നാണ് വിവേകാനന്ദനെ ശരിയാക്കി. ആ നരേന്ദ്രനാഥ ദത്തയുടെ ഒരു രാഷ്ട്രീയ അവതാരമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറയാനുള്ള സാഹചര്യം ഉണ്ടായത് അങ്ങനെയാണ്. ഇതൊക്കെ പറയാൻ കഴിയണം. ഞാൻ പറഞ്ഞത് കൊണ്ട് മാത്രം കാര്യമില്ല, നിങ്ങളും പറയാം. ഞാൻ പറഞ്ഞത് നിങ്ങളായിട്ട് നിങ്ങൾ നാളെ പറയാൻ പാടില്ല. എന്റെ അഭിപ്രായം ഇങ്ങനെയാണ്, ഞാൻ പറഞ്ഞതായിട്ട് തന്നെ പറയാം.
ഇത് പേറ്റന്റ് നമുക്ക് വേണ്ട പേറ്റന്റ് കൊണ്ട് ഇവനാരാ ഈ പേറ്റന്റ് അതാണ് അതിന്റെ സങ്കല്പം, ആ ദൃശ്യം, ആ കാഴ്ചപ്പാട്. ഭാരതം എന്നുള്ള നമ്മുടെ ഈ ഭാരതീയത എന്ന് പറയുന്ന നമ്മുടെ ഒരു വികാരം, ഭാരത മാതാവ് എന്ന് വിളിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ശൗര്യം. ഞാൻ പലപ്പോഴും പറയാറുള്ള കാര്യമാണ്, തെരഞ്ഞെടുപ്പ് തോറ്റ് തുപ്പിയിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ഇനി എങ്ങനെയത് മുന്നോട്ട് കൊണ്ടുപോകുക. പിന്നെ ഒരു കൺവെൻഷൻ വിളിക്കും. കൺവെൻഷൻ വിളിക്കുമ്പോൾ കാണാം പഴയതിനേക്കാൾ കൂടുതൽ ആളുകൾ കൺവെൻഷനിൽ പങ്കെടുക്കുന്നത്. ഇതിന്റെ ഗുട്ടൻസ് എന്താണ് എന്ന് അന്വേഷിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഒരേ മുദ്രാവാക്യത്തിന്റെ ശക്തിയാണ് ഈ ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യം. ആ മുദ്രാവാക്യം ഉയരുമ്പോൾ ഉറങ്ങിക്കിടക്കുന്നവനും ചിതയിലേക്ക് പോകുന്നവനും കൂടി ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോഴാണ് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യം സഫലമാകുന്നത് എന്നുള്ളതാണ് ഇതിന്റെ കാര്യം. അതുകൊണ്ട് ആ നിലയിലേക്ക് നമ്മൾ കാര്യങ്ങൾ കൊണ്ടുപോകുവാൻ എല്ലാവരും ഒത്തൊരുമിച്ച് ഐക്യത്തോടുകൂടി ജാതി മതങ്ങൾക്കും കക്ഷി രാഷ്ട്രീയത്തിനും ഭാഷാവേഷങ്ങൾക്കും അതീതമായി നാം ഭാരതീയത എന്ന മഹത്തായ ഭവ്യമായ ഭാവന ഹൃദയത്തിൽ അത് ശക്തിപ്പെടുത്തി വളർത്തിയെടുത്തുകൊണ്ട് നവഭാരത വിവേകാനന്ദൻ പ്രവചിച്ചിട്ടുള്ള ആ ഭാരതം, ലോകത്തിന് നേതൃത്വം കൊടുക്കുന്ന ജഗദ്ഗുരുവിന്റെ സ്ഥാനത്തേക്ക് ഭാരതം പോകുന്ന ആ പരമവൈഭവത്തിലേക്ക് ഭാരതത്തെ കൊണ്ടുപോകുവാൻ കഴിയുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള പോരാളികളായി നമ്മളെല്ലാം മാറണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ശ്രീ കാവാലം ശ്രീകുമാർ അദ്ദേഹത്തിന്റെ അനുസ്മരണ പ്രഭാഷണത്തിനായി ശശികുമാർ കാവാലം ശ്രീകുമാർ ആള് മാറിപ്പോയതാണ്. ഇതൊക്കെ ഞങ്ങൾ ഒരുമിച്ചുള്ള ആളുകളാണ്. ഈ ശ്രീകുമാർ ഞങ്ങളൊക്കെ എത്ര കാലം നിങ്ങൾ വിചാരിക്കും പോലെ തന്നെ ഇത് കുറെ പ്രായമായി ഞങ്ങളൊക്കെ ശ്രീകുമാറിനെ ഇന്ന് കണ്ടിട്ട് എനിക്ക് മനസ്സിലായി. ഞാൻ വിചാരിച്ചു ഒരു അവധൂതനാണോ തന്നെയൊക്കെ നിലച്ചു മനസ്സിലാക്കി കഴിയുന്നത്. അപ്പൊ അങ്ങനെയാണത്. അങ്ങനെയുള്ള ആ നിലയിലേക്ക് നമുക്ക് പോകാൻ കഴിയട്ടെ, അതിനുള്ള പോരാളികളെ മാറാൻ നമുക്ക് കഴിയട്ടെ, ഭാരതമാതാവിന്റെ അനുഗ്രഹം നമുക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സ്മൃതി സദസ്സ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നിങ്ങൾക്ക്